നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോൾ ഒരു പേപ്പർ എഴുതണം അല്ലെങ്കിൽ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യണം. അപ്പോൾ പ്രോജക്റ്റിനുള്ള നമ്മൾ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ IEEE പോലുള്ള ജേർണൽസിൽ നിന്നാണ്. അപ്പോൾ ഈ പല ജേർണൽസും അല്ലെ IEEE തന്നെ പല ജേർണൽസും ഓപ്പൺ ആക്സസ് ഓപ്ഷൻ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തിട്ടേ നമുക്ക് പേപ്പറുകൾ വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജേർണൽസുകൾ നമുക്ക് അവൈലബിൾ ആണ് ഫോർ മെഷീൻ ലേണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സം ഓഫ് ദി ജേർണൽസ് ആണ് നമുക്കിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് IEEEയുടെ ആക്സസ് ജേർണൽസ് ഉണ്ട്. IEEEയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് IEEE ജേർണൽസിനകത്ത് IEEE ആക്സസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പേപ്പറുകളും ഫ്രീലി ഡൗൺലോഡബിൾ ആണ്, നമുക്ക് വായിക്കാം ഫ്രീ ഓഫ് കോസ്റ്റ്. അതേപോലെ തന്നെ എൽസെവിയർ എന്ന് പറയുന്ന പബ്ലിഷറുണ്ട്. IEEE ഒരു പബ്ലിഷറാണ്, അതുപോലെ വേറൊരു പബ്ലിഷറാണ് എൽസെവിയർ. എൽസെവിയറിൻ്റെ മഷീൻ ലേണിംഗ് വിത്ത് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫ്രോണ്ടിയേഴ്സ് എന്ന് പറയുന്ന പബ്ലിഷറിൻ്റെ ഫ്രോണ്ടിയേഴ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതേപോലെ MIT പ്രസ്സിൻ്റെ ജേർണൽ ഓഫ് മെഷീൻ ലേണിംഗ് റിസർച്ച് ഉണ്ട്. ഇനി നമുക്ക് MDPIയുടെ ജേർണൽസ് എല്ലാം, അത് അപ്ലൈഡ് സയൻസ് ആവട്ടെ, എൻട്രോപ്പി, ബിഗ് ഡാറ്റ ആൻഡ് കോഗ്നിറ്റീവ് കമ്പ്യൂട്ടിംഗ്, ഇൻഫർമേഷൻ, അങ്ങനെ പറഞ്ഞ് MDPIയുടെ ഒത്തിരി ജേർണൽസ് ഉണ്ട് മെഷീൻ ലേണിംഗ് വർക്കുകൾ പബ്ലിഷ് ചെയ്യുന്ന. നമുക്ക് ഈ പേപ്പറുകളുടെ എല്ലാം PDF ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വായിച്ച് നമ്മുടെ വർക്കിലൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനും ഉപയോഗിക്കാനും പറ്റും. അതേപോലെ PIRJ കമ്പ്യൂട്ടർ സയൻസ്, സ്പ്രിങ്ങറിൻ്റെ SN കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജേർണൽസ്. ഇനി ഇത് കൂടാതെ തന്നെ ആർസീവ് എന്ന് പറയുന്ന ഒരു അവൈലബിൾ ആണ്. ഈ ആർസീവ് കാർനെഗി യൂണിവേഴ്സിറ്റിയുടെ ആണ്, US ഇതിനകത്തും എല്ലാ ജേർണലിലോട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പുതിയ വർക്കുകളൊക്കെ സാധാരണ ഓതേഴ്സ് പ്രീപ്രിൻറ്റ് പബ്ലിഷിംഗ് ആണ് ആർസീവ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ ജേർണൽസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യുമ്പോഴോ മിനി പ്രോജക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് വർക്കിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. താങ്ക്